ഇവിടെ മഴയൊന്നുമില്ലെങ്കിലും ഈ പാട്ട് കേട്ടപ്പോഴേ എവിടേക്കോ ഒരു മഴ പെയ്ത് തോർന്ന പോലെയുണ്ട്. ഇത് തിരുവോണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് തന്നെ നബിദിനം കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിച്ചു. എല്ലാവർക്കും കൂടെ ഒരു ഹോളിഡേ ഒരുമിച്ച് കിട്ടിയപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല. പെട്ടിയും കിടക്കി എടുക്കുക, നേരെ പോവുക, ഒരു സ്റ്റേക്കേഷനാണ്. നമ്മൾ അബുദാബിയിൽ ഷെർട്ടൺ കാൽഡിയ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സർവീസ് ആയിരുന്നു അവരുടെ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നായിരുന്നു. രാവിലെ 10 മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞം കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പോഴേ ഞാൻ ഒരു കൊല്ലം ബാക്കിലേക്ക് പോയി. ആദ്യമായിട്ട് ഈ ബുഫേ ട്രൈ ചെയ്ത സമയത്തെ ഞാനും അച്ചും ഇങ്ങനെ ടെൻഷൻ അടിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കഴിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ ആദ്യമായിട്ട് വരികയാണെന്നൊക്കെ വിചാരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ തലയിൽ കൂടെ പോയിട്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അവിടെയുള്ളവർക്കൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാനുള്ള ടൈം പോലും ഉണ്ടായില്ല. അവരവരുടെ കാര്യം, നമ്മൾ നമ്മുടെ കാര്യം. പക്ഷേ അതാലോചിച്ചിട്ട് ഞങ്ങൾ അന്ന് ഒരു പ്ലേറ്റ് കൊടുത്തു എന്തൊക്കെയോ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പോയി. പിന്നെയാണ് കേട്ടോ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവിടെ ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാൻ വരുന്നില്ല. ഇഷ്ടംപോലെ ടൈം എടുത്ത് ഇഷ്ടംപോലെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ നടന്ന് ചുറ്റി കാണുമായിരുന്നു കേട്ടോ. എന്തൊക്കെ ഇവിടെ ഉണ്ട്, എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, അങ്ങനെയൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു പ്ലേറ്റ് കൊടുത്ത് നമ്മളിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോന്ന് ട്രൈ ചെയ്തു കേട്ടോ. ശരിക്കും ഈ ഫുഡിനേക്കാളൊക്കെ അടിപൊളിയായി ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈമായിരുന്നേ. ഇവിടെ കുറേ ടൈപ്പ് ഫുഡുകളുണ്ടായി. ചിലതൊന്നും നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയതായിരുന്നില്ല. ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റിലായിരുന്നില്ല. പക്ഷെ ചിലത് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിലുള്ളതൊക്കെയായിരുന്നു. അങ്ങനെ പല വെറൈറ്റിയുള്ള ഫുഡുകളായിരുന്നു കേട്ടോ. രാവിലെ നീറ്റ് ഇന്ന് എന്ത് കുക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇന്ന് ജോലിക്ക് കയറിയ എന്തൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, നാളേക്ക് എന്തൊക്കെയുണ്ട്, ഇന്നലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ചെയ്യാനുണ്ടോ, ഇതുപോലെ 100 കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വെറുതെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാതെ ഇങ്ങനെ ചിൽ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ദിവസമെങ്കിലും നമുക്ക് ഇടയ്ക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയുള്ള കുറേ ദിവസം നിങ്ങൾക്ക് ഓടാനുള്ള എനർജി അതിൽ നിന്ന് കിട്ടും കേട്ടോ. അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇനി നമ്മൾ പോകാൻ പോണത് ഫെറാറി വേൾഡിലേക്കാണ് കേട്ടോ. ലൈഫിൽ ഇന്ന് വരെ ഞാൻ വീഗാലാൻഡിലും പോയിട്ടില്ല, വണ്ടർലയിലും പോയിട്ടില്ല, ഒരു വാട്ടർ തീം പാർക്കിലും പോയിട്ടില്ല, ഒരു റോളർ കോസ്റ്ററിലും കയറിയിട്ടില്ല. എന്നിട്ട് ഞാൻ പോയി കയറിയത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററിലും അതുപോലെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് റോളർ കോസ്റ്ററിലുമാണ് കേട്ടോ. സത്യം പറഞ്ഞ കിളി പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഏറ്റവും ഒരു അഡ്രിനാലിൻ റഷ് വന്ന മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു മൊമെൻ്റ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.